അളിയൻ്റെ അനുഭവം എന്താണ്? തിരുവനന്തപുരത്തല്ലേ താമസിച്ച്? ഞാൻ തയ്ക്കാനാണ് താമസം. അപ്പം ബെല്ലടിച്ചിട്ട് പോയാൽ അത്ര അടുത്തായിരുന്നു മോഡൽ സ്കൂള്. അപ്പോൾ അങ്ങനെ അടുത്ത് കോളേജിലായപ്പോഴും നടന്ന് തന്നെ പോകാനുള്ള അടുപ്പമുണ്ടായിരുന്നല്ലോ. പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ആംഗ്ലോ ഇന്ത്യൻ ഫാമിലി താമസമുണ്ട്. അതിലൊരു പെൺകുട്ടിയെ എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ബാക്കിൽ വരുമോ? അവർ ബസ് കയറുന്നത് സെൻറ്റ് ജോസഫ് സ്കൂളില്ലേ, ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്നായിരുന്നു. അപ്പോൾ അതുവരെ സൈക്കിൾ വരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ സൈക്കിൾ വാടക എടുത്തതിൻ്റെ പുറകെ പോയി ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഇടയ്ക്ക് ചെയിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഈ ബസ്സിൽ ഇവരെ കയറ്റി വിടാൻ ബസ്സിൻ്റെ ബാക്കിലൊക്കെ പോയി അവിടെ ചെന്ന് ഇവർ നടന്നാണ് പോണത്. അവിടെ നിന്നാണ് ഇവർക്ക് ബസ് ശംഖുമുഖത്ത് ആ സ്കൂളിലേക്ക്. അങ്ങനെ ഞാൻ ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ അവർ നിൽക്കുമ്പോഴത്തേക്ക് ഈ സൈക്കിളിൽ ഇങ്ങനെ പോകുമ്പോൾ ആ ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് കാലിൽ പ്ലാസ്റ്റർ ഇട്ട ഒരാൾ നടന്നു. ഞാൻ ഈ സൈക്കിൾ കൊണ്ടുവന്ന കാലിലിടിച്ച് അയാൾ ആ വേദന സഹിക്കാൻ വേദന ഈ പെണ്ണുങ്ങളുടെ മുമ്പ് വെച്ച് എന്നെ ഉടുപ്പ് തൂക്കിയെടുത്തിട്ട് കവാല കുറ്റിക്ക് 2 അടി അടിച്ചത് പറഞ്ഞതും ഞാൻ സഹിച്ച്. എന്നെ ചതിച്ചത് ട്രാൻസ്പോർട്ട് ബസ്സിലെ കണ്ടക്ടറാണ്. ഈ അടി കഴിഞ്ഞിട്ട് ഇയാൾ എന്നെ സൈക്കിളിൻ്റെ 2 ട്യൂബ് ഇറങ്ങി വിട്ടിട്ട് തിരുവനന്തപുരം ഭാഷയിലുള്ള തള്ളക്കി വിളികൾ മുഴുവൻ വിളിച്ച് ഇതെല്ലാം പെണ്ണുങ്ങൾ കേൾക്കുന്നത്. സൈക്കിളിന് 2 കാറ്റും തോന്നുന്നുണ്ട്. ഞാൻ തിരിഞ്ഞപ്പോൾ ബാക്കിൽ വരുന്ന ബസ്സിൽ നിന്ന് കണ്ടക്ടർ മേഘനാഥൻ എത്തി നോക്കുന്നു. അച്ഛൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് നോക്കുന്ന അച്ഛൻ്റെ ഫ്രണ്ടാണ്. അയാൾ വീട്ടിൽ ചെന്ന് പറഞ്ഞു കൊടുത്തു. ജനറൽ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നിന്ന് അടി വാങ്ങിക്കുന്നുണ്ട്. പെണ്ണുങ്ങളുടെ പുറകെ പോയിട്ട് അടിയും കൊടുത്ത് സൈക്കിളിൻ്റെ കാറ്റ് ഊരി വിട്ടു. അങ്ങനെ എന്നെ KSRTC ചതിച്ചിട്ടേ ഉള്ളൂ. അതാണ് എൻ്റെ അനുഭവം, മറക്കാൻ പറ്റത്തില്ല. പക്ഷേ ബസ്സിലെ അനുഭവങ്ങൾ വേറെ ഉണ്ട്. എനിക്കിപ്പോഴും ഒരു അഭിമാനമായിട്ട് തോന്നുന്ന സംഭവമുണ്ട്. എനിക്ക് തോന്നുന്നു 2001-2002 കേരളത്തിൽ ആദ്യമായിട്ടൊരു വോൾവോ ബസ് അന്ന് 2002 മിനിസ്റ്റർ ആയിരുന്നു. ഇത് ഇവിടെ നിന്ന് എൻ്റെ പാലസിൽ നിന്നാണ് ഓടുന്നത്. അത് ഓടിച്ചിറക്കിയത് അല്ലേ ഓർമ്മയില്ല. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് ഒരു വോൾവോ ബസ് വിടുന്നത്. കേരളത്തിൽ ആദ്യത്തെ വോൾവോ ബസ്സാണ്. ഇന്ത്യയിൽ തന്നെ ഒരു ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ആദ്യത്തെ വോൾവോ ബസ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പത്രത്തിൽ കേസ് വരുന്നു. ഹെവി ലൈസൻസ് ഇല്ലാതെ മിനിസ്റ്റർ ഗണേഷ് കുമാർ ബസ് ഓടിക്കുന്നത്. അയാൾക്ക് അറിയില്ലായിരുന്നു. ഗണേഷ് 5-6 കൊല്ലത്തിന് മുമ്പേ ലൈസൻസ് എടുത്ത കാര്യം. അതൊക്കെ പത്രത്തിൽ വന്ന സംഭവമാണ്. ഭയങ്കര രസമുള്ള സംഭവങ്ങളുണ്ട്. ഇപ്പോൾ എത്രമാത്രം ഓളോ ബസ് നമ്മൾ വിചാരിച്ചത് ബാംഗ്ലൂരുകാർക്ക് മാത്രം ഉള്ളായിരുന്നല്ലേ. ഇപ്പോൾ കേരളത്തിൽ എത്ര ഓളോ ബസ് ഉണ്ട്? കേരളം നമ്മൾ പുതുതായിട്ട് ധാരാളമായി നാളെ മുതൽ വന്നു തുടങ്ങും. അല്ല ലോ ഫ്ലോർ എല്ലാം ഇതൊക്കെ കേരളത്തിൽ നമുക്ക് അല്ലാതെ ഓളോ ബസ് വാങ്ങി ലോങ് ഡിസ്റ്റൻസ് പോകാനുള്ള വണ്ടി നമ്മൾ വാങ്ങിക്കും. നാളെ മുതൽ വന്നു തുടങ്ങും. ആദ്യം ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള കളർ തരുന്ന ഓർമ്മയുണ്ട്. പച്ചയും വെള്ളയും. ഞങ്ങളൊരു നൊസ്റ്റാൾജിക് ഫീലിങ്ങിന് വേണ്ടിയിട്ട് KSRTC വീണ്ടും അതുപോലൊരു വണ്ടി ഇറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പഴയ ഫോട്ടോകളെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. പക്ഷേ ഈ കളർ എക്സാക്റ്റ് ആയിട്ട് ആർക്കും കിട്ടുന്നില്ല. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വല്യമ്മ, ഞാൻ ബസ്സിൽ അങ്ങനെയൊക്കെ അല്ല, കൊട്ടാരക്കരയാണ് പഠിക്കുന്നത്. അപ്പോൾ വല്യമ്മയുടെ കൂടെ തിരുവനന്തപുരത്ത് വരും. അമ്മയുടെ ചേച്ചി PR ശ്യാമള നോവലിസ്റ്റായിരുന്നു. ആ വല്യമ്മയുടെ കൂടെ പോത്തങ്കോട് പോകും. വല്യമ്മയുടെ ഹസ്ബൻഡിൻ്റെ വീട് അവിടെ. അപ്പോൾ ഈ കുമാരപുരത്തുനിന്ന് ബസ്സിൽ കയറും. ആ ഗണപതി അമ്പലത്തിൻ്റെ ആൽമരത്തിൻ്റെ അവിടെ നിന്ന് ബസ്സിൽ കയറും. അന്ന് ഈ പച്ച ബസ്സാണ്. പച്ച ബസ്സും അതിനകത്ത് വെള്ള ലൈനുമായിട്ട്. ഇപ്പം ഞങ്ങളത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. KSRTC എഞ്ചിനീയർമാർ അത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോഴത്തെ ഒരു വണ്ടി എടുത്തിട്ട് നമ്മൾ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി തിരുവനന്തപുരത്തെ പഴയ സിറ്റി ബസ്സിൻ്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ആ പച്ച പെയിന്റ് ഓർമ്മ ശരിയാണെങ്കിൽ പച്ച താഴെ മുകളിൽ സിൽവർ ആയിരുന്നു. സിൽവർ കളർ അടിച്ചു. ബാലകൃഷ്ണ സാർ മിനിസ്റ്ററായിട്ട് വന്നപ്പം ഇത് വലിയ എക്സ്പെൻസീവ് ആണെന്ന് പറഞ്ഞു. അലുമിനിയം പെയിന്റ് അടിക്കുന്നില്ലേ. നമ്മൾ സാധാ പെയിന്റ് അടിച്ചാൽ ചിലവ് കുറയ്ക്കാൻ വേണ്ടി അലുമിനിയം അല്ലെങ്കിൽ ഈ അടിച്ച മുതലാവത്തില്ലല്ലോ. അന്നത്തെ ചുവപ്പ് മഞ്ഞയായി. ചുവപ്പ് ഒരു മഞ്ഞ കളറുമായി. പിന്നെ ഈ പച്ചയായിരുന്നു അല്ലേ, സിൽവർ ലൈനാണ്. നമ്മളിപ്പോൾ സിൽവർ പെയിന്റ് ഒടിച്ചിട്ട് ഒരു വണ്ടി ഇതുപോലെ അന്ന് ഒറ്റ ഗ്ലാസ് അല്ല, ഒറ്റ ഗ്ലാസ് ആക്കി മാറ്റിയ 2001 ഞാനാണ്. അന്ന് 2 ഗ്ലാസ്സാണ്. അപ്പോൾ ഈ 2 ഗ്ലാസ് ഇട്ടിട്ട് പഴയ പോലെ ഒരു വണ്ടി അത് ഉരുണ്ടൊക്കെ എങ്ങനെ ഇരിക്കും. അല്ല, നമ്മൾ ഉണ്ടാക്കാനായിട്ട് അവർ ഡിസൈൻ വരച്ചിട്ടുണ്ട്. ഒരു കാര്യം മറക്കരുത്, ആ കളറിന്റെ പേരെന്താണെന്നറിയോ? ബസ് ഗ്രീൻ. ഇറ്റ്സ് കോൾഡ് ബസ് ഗ്രീൻ. പെയിന്റിന്റെ ബസ് ഗ്രീൻ എന്ന് പറയുന്നതാണ് ആ കളർ. നമുക്ക് ഇപ്പോഴും ആ കളർ കിട്ടിയിട്ടില്ല. പെണ്ണുങ്ങളുടെ പാവയുടെ കളർ അതാണ് കറക്റ്റ് അല്ലേ. ആ പച്ചയാണ്. മുമ്പിലേക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല അല്ലേ. ബസ് ഗ്രീൻ എന്നാണ് ആ കളറിന്റെ പേര്. അല്ല, ഞങ്ങള് ഈ ഗ്രീൻ കിട്ടാൻ വേണ്ടി പ്രയാസപ്പെട്ടു. കാരണം അവർ പല കളർ അടിച്ചുകൊണ്ട് കാണിച്ചു. എനിക്ക് ഓർമ്മയിൽ നിന്ന് ആ കളറിൽ ഇതുവരെ എത്താൻ പറ്റില്ല. അത് ഇനി നോക്കാം നമുക്ക്. കാരണം വെച്ചാൽ അത് അവർ അറിയാൻ പറ്റില്ല. എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടങ്ങളാണ്. അന്നത്തെ കാലത്തെ എല്ലാ KSRTCയുടെ പടങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷേ അതൊരു കറുപ്പും വെള്ളയായിട്ടേ തോന്നുള്ളൂ. പക്ഷേ പച്ച കളറും ഒരു സിൽവറുമാണ്. ഒരു സീറ്റ് കിട്ടുമോ? വരും. ടിക്കറ്റ്